രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിന് പിന്തുണയുമായി ആം ആദ്മി പാർട്ടി ഏകീകൃത സിവിൽ കോഡിനെ തത്വത്തിൽ പാർട്ടി പിന്തുണയ്ക്കുന്നതായും ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന ഭരണഘടനയുടെ 44-ാം അനുച്ഛേദത്തിൽ പറയുന്നുണ്ടെന്നും ആം ആദ്മി നേതാവ് സന്ദീപ് പഥക് പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ എതിർപ്പ് രേഖപ്പെടുത്തുന്നതിനിടെയാണ് പിന്തുണയറിയിച്ച് ആം ആദ്മി പാർട്ടി രംഗത്തെത്തിയത്. ഭരണഘടന ഏക സിവിൽ കോഡിനെ വിഭാവനം ചെയ്യുന്നതാണ് ആം ആദ്മിയുടെ പ്രതികരണം. എല്ലാ മതവിഭാഗങ്ങളുമായും രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തി വിഷയത്തിൽ സമവായം കണ്ടെത്തണമെന്ന് ആം ആദ്മി നേതാവ് സന്ദീപ് പഥക് പറഞ്ഞു. आर्टिकल 44 भी इसका समर्थन करती है कि देश में यूसीसी होनी चाहिए, लेकिन चूंकि यह मुद्दा ऐसा है जिसमें कि सभी धर्म संप्रदाय से जुड़ा हुआ है, इसलिए हम ये चाहते हैं कि इस मुद्दे के लिए वाइडर कंसल्टेशन हो, लार्ज स्केल पर बातचीत हो, सभी धर्म से, सभी संप्रदाय से, सभी राजनीतिक दलों से. कुछ मुद्दे ऐसे होते हैं जो आने वाले समय पर आप रिवर्स नहीं कर सकते. कुछ मुद्दे ऐसे होते हैं जो देश के लिए बहुत मूलभूत होते हैं. ऐसे मूलभूत मुद्दों पर ऑथोरिटेरियन तरीके से जाना वो ठीक नहीं होगा. तो वाइडर कंसल्टेशन की जरूरत है. सबसे बातचीत करके कंसेंसस बिल्ड करनी चाहिए. इस पर ये हमारा मानना है. വിഷയത്തിൽ കടുത്ത എതിർപ്പുമായി മുസ്ലിം വ്യക്തി നിയമ ബോർഡ് രംഗത്ത് വന്നിരുന്നു. നിയമ കമ്മീഷന് മുന്നിൽ വിയോജിപ്പറിയിക്കാനാണ് ബോർഡിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം ഭോപ്പാലിൽ BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവെയാണ് പ്രധാനമന്ത്രി ഏകീകൃത സിവിൽ കോഡ് വീണ്ടും പരാമർശിച്ചത്. ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളതാണെന്നും രണ്ട് നിയമങ്ങൾ വെച്ച് ഒരു രാജ്യത്തിന് എങ്ങനെ മുന്നോട്ട് പോകാനാകുമെന്നും പ്രധാനമന്ത്രി ചോദിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ വലിയ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പ്രധാനമന്ത്രി വിഭജന രാഷ്ട്രീയം പറയുന്നതെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.